63 വർഷം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അതിൽ ഒരു വർഷം പോലും ആ ദിവസം നബിദിനം എന്ന് പറയുന്ന ദിവസം പ്രത്യേകമായിട്ട് സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. അങ്ങനെ പുണ്യമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സഹാബത്ത് ആ ഒരു ദിവസം പ്രത്യേകമായി കണ്ട് ആഘോഷിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേക പുണ്യം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതിന് തെളിവല്ലേ അന്ന് സഹാബത്ത് അത് ആഘോഷിക്കപ്പെടാതെ പോയത്? ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് നബിയെ സംബന്ധിച്ച് അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നബി വരുന്ന സമയങ്ങളിൽ പ്രത്യേകമായി മൗലൂദുകളും കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുന്നതല്ലാതെ നബി ദിനം എന്ന് പറയുന്ന ആ പ്രത്യേക ദിനത്തിൽ ഇതൊരു ആർഭാടാണല്ലോ. അതൊക്കെ ചോദിക്കണം. അല്ല, അത് ഇതുണ്ടോ ചോദിച്ചപ്പോൾ ചോദിച്ചെന്നുള്ളൂ. അല്ല, അതന്നില്ലേ, ഇതന്ന് ഈ ഒരു ടെക്നോളജി ഇല്ല എന്നുള്ളതാണ്. അടിച്ചു പൊളിക്കുമല്ലേ? അല്ല, ആർഭാടം എന്നുള്ള ഡെഫിനിഷൻ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് തെറ്റാണ്. എത്ര കൊല്ലം ജീവിച്ചെന്നാണ്? 63 അല്ലേ? അതെ, 63 കൊല്ലവും നബിദിനം കഴിച്ചതിന് തെളിവ് വേണം. 63 കൊല്ലം തെളിവില്ലെങ്കിലും അതായത് 63 കൊല്ലത്തില് 40 കൊല്ലം നിസ്കരിച്ചിട്ടതിന് തെളിവുണ്ട, ഹജ്ജ് ചെയ്തതിന് തെളിവുണ്ട. നബിദിനം പിന്നെ പോട്ടെ, 63 കൊല്ലം ഹജ്ജ് ചെയ്തിക്കണ, 63 കൊല്ലം നോമ്പ് നോറ്റിക്കണ, നബുവത്ത് കിട്ടിയതിന് ശേഷം. അയ്യോ, അപ്പൊ 63 കൊല്ലല്ല, അതിനുശേഷം 23 പിടിക്കുന്നു, ചുരുക്കി പിടിക്കുക. 23 വർഷത്തില് അയ്യോ ഒരു വർഷം പോലും പ്രത്യേകമായിട്ട് ആഘോഷിച്ചിട്ടില്ല. അതന്നെ, 23 ഹജ്ജ് ചെയ്തിക്കണ. ചോദ്യമാകുമ്പോ അതിന് മട്ടത്തിനാവണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് 23 ഹജ്ജ്, 63 ഹജ്ജ് വേണ്ട, എന്നാലും ഒരു 23 ഹജ്ജ്. അതും എവിടെയാണിത്? എന്തൊരു പവറാണ് ഹജ്ജിന്, എന്തൊരു പ്രത്യേകത ഉണ്ട് ഹജ്ജിന്. ചെയ്തിട്ടുണ്ടോ? എന്ത് രസ ചോദ്യം, എന്തൊരു ഹരാണ് കേൾക്കാൻ. പൊതുജനങ്ങൾക്ക് പൊതുവെ തോന്നുന്നത് കേൾക്കുമ്പോ പറഞ്ഞ പോലെ 23 കൊല്ലണ്ടായിട്ട് മുത്തുനബി 23 ഹജ്ജ്, ഏറ്റവും ചുരുങ്ങി അതിലപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ. 23 ഹജ്ജ് ചെയ്തില്ല, പോട്ടെ, ഒരു കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി എന്ന് വിചാരിക്കുക. ഒരു 20 കൊല്ലം ചെയ്തോ? 20 ഹജ്ജ് ഇല്ല, 18 ഇല്ല, ഒരു 15 പിടിച്ചാലോ? ഇല്ല. ഒരു 10 ഹജ്ജ് ചെയ്തിക്കണ? നോ, ഇല്ല. പടച്ചോനെ, ബേജാറായ. ഇവിടെ നിന്ന് ജനങ്ങൾ ഇന്നിതാ 60 ഹജ്ജ് ചെയ്ത ആജ്യന്മാരുള്ള കാലാണിത്. 40ാമത്തെ ഹജ്ജിന് പോയ പാത്രം കൊണ്ട് എടുക്കണീന്നാ പറയണേ നമ്മളെ ആജ്യന്മാർ, അന്ന് കൊണ്ടുവന്ന പാത്രം എടുക്കാൻ. അപ്പൊ 23 കൊല്ലക്കാലം മക്ക മദീന ദേശത്ത് പരിസരത്ത് ദീനീ ദഅവത്ത് നടത്തുന്നതിന്റെ ഇടയിൽ 23 ഹജ്ജ് പോയിട്ട് 10 ഹജ്ജ് ചെയ്തിട്ടില്ല, 5 ചെയ്തിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്തിനാ ഞാൻ ഇപ്പൊ ഇടകയറി ഇതിലിടപെട്ടെന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ ഈ ചോദ്യം ചെയ്തിട്ടുണ്ടോ എല്ലാത്തിനും ചോദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കണില്ല. എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ കാലവും ഒരുപോലെയല്ല. ഇതേപോലെ നമ്മളെ റാലിയും ദഫ്മുട്ടും സംഭവമൊക്കെ പാടെ ഇതേപോലെ അന്നുണ്ടോന്നാണ്, അങ്ങനെ ഓരോ കൊല്ലവും നടത്തിക്കണോന്നാണ്. എന്തിനാ ചോദിക്കണേ? എന്നാ പിന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ നടത്താലോന്നാ, അതിനാണ് ചോദിക്കണത്. അതിനാണ് ഞാൻ ഇതെല്ലാം പറയണത്. നമ്മൾ വേറൊരു ചോദ്യം എനിക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ റബീഉൽ അവ്വൽ എന്താ പാട് നമ്മളെ കേരളത്തിലൊക്കെ? കോവിഡിന്റെ പ്രത്യേക സിറ്റുവേഷനിൽ, കോവിഡിന്റെ പ്രത്യേക സിറ്റുവേഷനിൽ കഴിഞ്ഞ കൊല്ലം റാലി സജീവമായിരുന്നോ? ഒന്നും സജീവമായിരുന്നില്ല, ഒന്നും സജീവല്ല. അതോടൊപ്പം തന്നെ റാലി. അതിന്റെ കാരണം എന്താ വെച്ചാൽ കോവിഡാണ്. ഒരു പ്രളയം വന്നാൽ, ഒരു കോവിഡ് വന്നാൽ നമ്മുടെ നാട്ടിലെ മൗലിദിന്റെ ദിശ മാറി. സ്കൂള് തുറന്നിരുന്നോ കോവിഡ് കാലത്ത്? ഇല്ല. കോളേജില്ല, പഠനമില്ല, ഒന്നും നടന്നിട്ടില്ല. അതിന്റെ കാരണം കോവിഡ് വന്ന്. ഞാൻ പറയുന്നത് കാലത്തിന്റെ മാറ്റം നമ്മൾ പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഹിജ്റയുടെ 1-ാം വർഷം മുതൽ നിങ്ങൾ എടുത്തോളി, എത്ര യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെന്നറിയോ? എത്ര സമരം കഴിഞ്ഞിട്ടുണ്ടെന്നറിയോ? 20-ലേറെ 30ഓളം യുദ്ധങ്ങൾ 23 വർഷക്കാലത്തെ ദഅവത്തിന്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്.
അതിൽ ഒരുപാട് യുദ്ധങ്ങൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുമുണ്ട്. ഒരു കൊറോണ വന്നപ്പോൾ, ഒരു ജലപ്രളയം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ റാലിയില്ല, നമ്മുടെ നാട്ടിൽ നബിദിനമില്ല, ഒക്കെ പോട്ടെ സ്കൂളില്ല, നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ പൂട്ടി, ടീച്ചറില്ല, മാഷില്ല, ഉസ്താദില്ല, പള്ളിയില്ല, ഒന്നുമില്ല. ചെറിയൊരു ഇഷ്യൂ വന്നപ്പോ പേടിച്ച് എല്ലാം പൂട്ടി. ഇപ്പൊ പ്രത്യേക സാഹചര്യമാണ്, കടലിന്റെ അവസ്ഥ ശരിയല്ല, ആരും അടുക്കരുത്, മാറി താമസിക്കുക, ഉടനെ ചർച്ച വരികയാണ്. എന്നാൽ അന്ന് നടന്നിരുന്നത് എന്താണ്? ഈ 23 കൊല്ലക്കാലത്തിൻ്റെ ഇടക്ക് ഭക്ഷണം കിട്ടാത്ത സമയമുണ്ടായിട്ടുണ്ട് സ്വഹാബത്തിന്. ജീവിതം നിലനിർത്താൻ തൽക്കാലം ഒരു ചുമര് പണിതിട്ട് വേണ്ടേ ചിത്രം വരക്കാൻ? നമ്മൾ ഇന്ന് ചിത്രം വരക്കുന്നവരാണെങ്കിൽ നമ്മൾ ചിത്രം വരക്കുന്ന ചിത്രം ആര് പണിത മതിലിലാണെന്ന് നാം ഓർക്കണം. അന്ന് അവർ മതിൽ വെച്ച് കെട്ടാൻ പാടുപെടുന്ന സമയമായിരുന്നു അത്. ഇതിങ്ങനെ പറയുന്നത് ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാ. 20-ലേറെ 30ഓളം യുദ്ധം ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യം എന്താണെന്നറിയോ? ഇതുപോലെ ദഫ് മുട്ടണം. ഇതേപോലെ ദഫ് മുട്ടിയിട്ടുണ്ട്. 30ഓളം യുദ്ധങ്ങളുണ്ട്, അതിനിടയിൽ ദഫുമുണ്ട്. 30ഓളം യുദ്ധം നടന്നിട്ടുണ്ട്. അതിൽ നാട് കടത്തപ്പെട്ടിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറയുണ്ട്. 2 ഹിജറ നടന്നിട്ടുണ്ട്. പച്ചിലതിന്ന് ജീവിക്കേണ്ട ഘട്ടം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതിനിടയിൽ ഫമാവാലദത് ഹവ്വാഉ മിൻ സുൽബി ആദമി വലാ ഫീ ജിനാനിൽ ഖുൽദി മിഥ്ലുക ആഖറു. പാട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിനാണ് ഒരു കൊറോണ, ഒരു ജലപ്രളയം, ഒരു ഉരുൾപൊട്ടൽ, ഒരു വിവാദം വന്നപ്പോൾ നമ്മൾ ഒതുങ്ങി പേടിച്ച ഈ പശ്ചാത്തലത്തിൽ നമുക്ക് വേണ്ടത് നമ്മൾ വരക്കണ പോലെ ഓല് വരക്കണം, നമ്മൾ ചെയ്യുന്ന പോലെ ഓല് ചെയ്യണം എന്ന് ചോദിക്കുന്നവൻ കാലങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാനാണ്. ഹജ്ജ് എത്ര എണ്ണം ചെയ്ത് എന്ന് ഞാൻ ചോദിച്ചത്. ഉംറ എത്ര എണ്ണം ചെയ്തു നിങ്ങൾ അന്വേഷിക്കണം. അത് ഹജ്ജ് ഓരോ വർഷവും ചെയ്യുന്നതിൽ നന്മയില്ലേ, കൂലിയില്ലേ, സുന്നത്തല്ലേ? പക്ഷേ എന്തുകൊണ്ട് സാഹചര്യം അങ്ങനെയാണെന്ന് ഹജ്ജിൽ മറുപടി ഉണ്ടെങ്കിൽ, ഉംറയിൽ മറുപടി ഉണ്ടെങ്കിൽ, ഇതിൻ്റെ എല്ലാം ഇടയിലാണ് മദീനത്ത് പള്ളിയിൽ മജ്ലിസിന് വേണ്ടി ഈ ഇതേപോലത്തെ സ്റ്റേജ് കെട്ടിക്കൊടുത്തത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ ഈ വിവാദങ്ങൾക്കിടയിലാണ്. ബദർ നടന്നു, ഉഹദ് നടന്നു, ഖന്തക്ക് നടന്നു, ഹുനൈൻ നടന്നു. എല്ലാം വലിയ വലിയ സമരങ്ങളാണ്. സ്വഹാബത്ത് അതിലൊക്കെ ഷഹീദായിട്ടുണ്ട്. എത്ര വിഷമങ്ങളും പ്രയാസങ്ങളും അതിൽ കടന്നുപോയി. അതിനിടയിൽ ആര്? അന്ന് അവർ പാടിയ പാട്ടാണിത്. അക്കാലത്ത് ഇതിന്റെ എല്ലാം ഇടയിൽ അവർ ആദരിച്ചു, മുത്തുനബിയെ ബഹുമാനിച്ചു, മദ്ഹ് ചൊല്ലി പാടി. അപ്പൊ പിന്നെ ഇന്ന് ഒരൊറ്റ ദിവസവും ഇല്ലാതെ പാടണമെന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പൊ സാഹചര്യത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചോദിക്കാൻ. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ടോ, ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ടോ എന്നുള്ള അന്നത്തെ കാലത്ത് നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അസീസ് ഉസ്താദ് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം എന്താണോ ചോദ്യം? റബീഉൽ അവ്വലിന്റെ അന്ന് പ്രത്യേകമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് മറുപടിയാണ് ഈ പറഞ്ഞത്. റബീഉൽ അവ്വലിന്റെ അന്നാണ് ഈ തിങ്കളാഴ്ച എന്ന് പറയുന്നത്. തിങ്കളാഴ്ച റബീഉൽ അവ്വൽ ജന്മദിനത്തിന്റെ അന്നത്തെ ദിവസത്തിനാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത്. ആ ദിവസമാണ് അന്ന് എല്ലാവരും ആദരിച്ച് ഓരോ ആഴ്ചയിലും ഈ ആദരവ് അവർ കൊണ്ടു നടന്നിരുന്നത്. ജന്മദിനത്തിന് പ്രത്യേകം പവർ കൊടുത്തുകൊണ്ടാണ്. റബീഉൽ അവ്വൽ 12 നടന്നതാണ്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുന്ന അന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12 ഞാൻ ഇപ്പോൾ ചൊല്ലിയ തൊലഅൽ ബദ്റു അലൈന എന്ന പാട്ട് ദഫ്മുട്ടി പാടിയത് റബീഉൽ അവ്വൽ 12 ചെയ്തത് സ്വഹാബത്താണ്, നടന്നത് അക്കാലത്താണ്. അപ്പൊ അത് റബീഉൽ അവ്വൽ 12 അന്നാണ്. അതൊരു വർഷമാണോ അതോ? അതെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി എത്ര വട്ടം ചെയ്തിക്കണെന്ന് അഞ്ഞ് കിട്ടണ്ടേ? അതിനാണ് ഞാൻ നേരത്തെ ഹജ്ജ് എത്ര വട്ടം ചെയ്തിക്കണെന്ന് എണ്ണുക, എന്നിട്ട് എഴുതുക. അതിൻ്റെ അടിയിൽ നമുക്ക് ഇത് എഴുതുക, എന്നിട്ട് അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് നമ്മളെ കാര്യം നോക്കാം. അതിനാണ് നേരത്തെ ഞാൻ നിങ്ങൾ വായിക്കണം, പഠിക്കണം, ചരിത്രത്തിൻ്റെ എല്ലാ മേഖലയിലും നാം എത്തിപ്പെടണം. അപ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. പിന്നെ ചില ചോദ്യത്തിൻ്റെ ചില പുറത്ത് നിന്നിട്ടെങ്കിലും ലൈവ് വീക്ഷിക്കുന്നവരും ചിലപ്പോൾ ചിന്തിക്കും, എന്തായാലും ഉസ്താദേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും
അന്ന് ഇല്ലല്ലോ. അതിഞ്ഞി ഉസ്താദ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണ്ടെങ്കിലും സംഭവം അന്ന് ഇല്ലല്ലോ. ഇതല്ല ചോദ്യം. അഞ്ഞിരുന്നോളൂ, ഒരു ടെൻഷൻ ആവണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു. അതിൽ ലാസ്റ്റ് ഒക്കെ പറഞ്ഞ അവർ പോകുമ്പോൾ സംഭവം എന്തായാലും അങ്ങനെ ഇല്ലല്ലോ എന്നൊരു ചോദ്യം. അപ്പം ഇനി അങ്ങനെ ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നുണ്ടായതാണെന്ന് ഇപ്പോൾ അസീസ്താവ് പറഞ്ഞില്ലേ, പിന്നുണ്ടായത് അതായത് ബിദഅത്ത് ഹസനത്തൊക്കെ വിശദീകരിച്ച്. അപ്പം പിന്നെ അത് ഓൽക്ക് തിരിയൂലേ, ഓല് വലിയ ആൾക്കാർക്കൊക്കെ തിരിയാതെ പോയോ, സിദ്ദീഖ് തങ്ങൾക്ക് തിരിഞ്ഞില്ലേ, ഉമർ അല്ലാഹു, അത് ഭയങ്കര ചോദ്യമാണ്. അപ്പം ഈ ഉമർ റളിയല്ലാഹു അൻഹു ഈ ബിദഅത്തിന്റെ വിഷയത്തിൽ മൊത്തത്തിലൊരു ചോദ്യമുണ്ട്. ഞാൻ ലൈവിൽ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. ഇനി ഈ നിമിഷം മുതൽ ആർക്കും എപ്പോഴും തെളിവ് കൊണ്ടുവരാം. ഈ നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. ഈ ബിദഅത്ത് എന്ന് പറയുന്നത് 2 ഐറ്റം ഉണ്ടെന്ന് ഉസ്താദിൻ്റെ നേരത്തെ വിഷയാവതരണം ഒന്ന് കേൾക്കുക, ഒഴിഞ്ഞിരുന്ന് കേൾക്കുക. അതിൽ ബിദഅത്ത് ഹസനത്തുണ്ട്, ബിദഅത്ത് സയ്യിഅത്തുണ്ട്. അതിൽ ബിദഅത്ത് ഹസനത്തിന് ഒരൊറ്റ മിസാല് കൊണ്ടുവരാൻ ലോകത്ത് ഒരു വഹാബിക്ക് ഒരൊറ്റ മിസാല് കൊണ്ടുവരാൻ കഴിയുമോ? ഒരു ഉദാഹരണം, ബിദഅത്ത് ഹസനത്തിന് ഒരു ഉദാഹരണം അത് നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ ഈ ചോദ്യമെല്ലാം പൊന്തി വരും. ഖുർആൻ ക്രോഡീകരിച്ചത് അത് മുത്തുനബിക്ക് തിരിഞ്ഞില്ലേ, എന്തായാലും അത് തിരക്കപ്പെട്ടു പോയതായിരിക്കും. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത്ര തിരക്കും കാര്യങ്ങളും ഈ പറയപ്പെട്ട പോലെ കുറേ പ്രശ്നങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞില്ല, യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ വല്ല തിരക്കിലൊക്കെ പെട്ടിട്ടുണ്ടാവും. തിരിഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഇവിടല്ലേ? ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമില്ലേ? എന്താണ് ചോദിക്കാത്തത്? എന്താ അവിടെ ആനത്തല പോലെ ആ ചോദ്യം വരാത്തത്? എന്തുകൊണ്ട് ചെയ്തില്ല? ഖുർആൻ ക്രോഡീകരണത്തിൽ ഈ ചോദ്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ നിലനിർത്തിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി, എന്താ അടിച്ചാവൊളി ബിദഅത്താണെന്നാ അതിനർത്ഥം. അടിപൊളി ബിദഅത്ത്, 1.5 ബിദഅത്ത്. ഇതെന്താ നമ്മൾ പറയവിടെ? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ അറിഞ്ഞില്ലേ? മുത്തുനബിക്ക് അത് മനസ്സിലാകാതെ പോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറൊരു വിഷയങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ലൈവിൽ ആരെങ്കിലും വിചാരിക്കും അത് റസൂലുള്ളാഹി തങ്ങൾ ഒരു തവണെങ്കിലും വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഒരു തവണെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ വന്ന് നിസ്കരിച്ചത് കൊണ്ട് അതിനൊരു തെളിവുണ്ട്. തെളിവൊക്കെ പോയി. കാരണം റസൂലുള്ളാഹി തങ്ങൾ നിർത്തിവെച്ച പരിപാടിയാണത്. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് ഇനി ഒരിക്കലും വേണം നോക്കാൻ പാടില്ല. തെളിവ് ഒന്നും കൂടി കട്ടികൂടി. വേറുള്ള കാര്യത്തിൽ വേണ്ടാന്ന് വെച്ചിട്ടില്ല എന്നെങ്കിലും വെക്കായിരുന്നു. ഇത് നബി തങ്ങൾ തുടങ്ങുകയും നിർത്തിവെക്കുകയും ചെയ്തു. പിന്നെ അത് തുടങ്ങാൻ പറ്റൂല. അവിടെ നിന്ന് നിർത്തിയത് തുടങ്ങ്. അല്ല, അതിൽ കാരണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ അത് സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിദ്അത്ത് എന്ന് പറയുന്നതിൽ മുമ്പ് ഇതേ കോലത്തിൽ ഇല്ലാന്ന് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാതെ. ഇതേ കോലത്തിന് മുമ്പ് ഇല്ലാന്ന് തന്നെയല്ലേ ഈ പറഞ്ഞേ? അതിൻ്റെ കാരണമാണ്, പശ്ചാത്തലമാണ്, അതിൻ്റെ വിശദീകരണമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോളി, കാലം പിറകോട്ട് പോകുന്തോറും ഇത് കൂടി കൂടി വരണം, ശക്തിയിൽ വരും. അത് ഇത് മാത്രമല്ല, ഹജ്ജിന്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കിക്കോളി, കൂടും. ഉംറ, അന്നത്തെ ഉംറ അല്ല ഇന്നത്തെ ഉംറ. അന്ന് എത്ര ഉംറ ചെയ്തു നിങ്ങൾ എണ്ണിക്കോളി. ഇന്ന് ഉംറ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എഴുതി എത്ര എണ്ണം എഴുതി നോക്കി? എത്ര എണ്ണം ഉണ്ട്? എത്ര ഉംറ ചെയ്തു നോക്കി? എത്ര ഹജ്ജ് ചെയ്തു എന്ന് ഹാജിമാർ ചോദിച്ചു നോക്കി. ഇന്ന് പോകുന്ന ഫ്ലൈറ്റിന്റെ ശൈലി എല്ലാം മാറിക്കൊണ്ടിരിക്കുക. സ്പീഡ് കൂടിക്കൂടി വരിക. മത്താഫില് പുതിയ സാധനം വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ സുഖസുന്ദരമായി സ്വിച്ചിട്ടിട്ട് അങ്ങനെ കറങ്ങാം. എത്ര ഉംറയും ചെയ്യുക സുഖസുന്ദരമായിട്ട്. അന്നത്തെ ഒരു ടെൻഷനില്ല. ആ ഉംറ ബാത്തിലാണോ? ഇതിന് മാതൃകയുണ്ടോ? ഹജ്ജാണ്, ഹജ്ജ്മലാണ് കളിക്കുന്നത്, മത്താഫിലാണ് കളി. പക്ഷേ ഇതൊക്കെ ബിദ്അത്തായിട്ട് ഇതാ പുതിയ പുതിയ വിഷയങ്ങൾ മാറി മറിഞ്ഞു വരുന്നു. ഇതെല്ലാറ്റിലും മാറ്റമുള്ളതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് മാറി, സ്വാഭാവികമായിട്ട് പള്ളിയും മാറി, എല്ലാം മാറി, സെറ്റിങ്സ് ഒക്കെ മാറി, മൈക്കൊക്കെ അടിപൊളി സെറ്റപ്പായി, ലൈറ്റൊക്കെ പുതിയത് വന്ന്, എല്ലാ പുതിയതും തെറ്റല്ലെങ്കിൽ, ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ ഈ പുതുമകളെല്ലാം വരുക തന്നെ ചെയ്യും. പിന്നെ
ബിദ്അത്ത് നല്ല ബിദ്അത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ ഈ അസ്ല് മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കലാണ് ഇവിടെ ലക്ഷ്യമെങ്കിൽ ആ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത്തരം വഴികൾ നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും നിബന്ധനയായി നാം മനസ്സിലാക്കേണ്ടത് റബീഉൽ അവ്വലിന് ഷർത്തും ഫർളൊന്നുമില്ല. റബീഉൽ അവ്വലിന് ഷർത്തുമില്ല ഫർളുമില്ല. പക്ഷെ എല്ലാ ഇബാദത്തിൻ്റെയും ഷർത്തും ഫർളുമാണ് റബീഉൽ അവ്വൽ. ഹജ്ജിന് ഷർത്തും ഫർളും, നിസ്കാരത്തിന് ഷർത്തും ഫർളും, നോമ്പിന് ഷർത്തും ഫർളും ഒക്കെ ഉണ്ട്. പക്ഷേ റബീഉൽ അവ്വലിനൊന്നുമില്ല. എല്ലാ ഇബാദത്തും സ്വീകരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒന്നാണ് മഹബ്ബത്തുർ റസൂൽ, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. അപ്പൊ ഇത് ഒരു അടയാളമായി മാറിയിരിക്കുകയാണ് ഇക്കാലത്ത്, അടയാളമായി മാറിയിരിക്കുകയാണ്. രണ്ട് ടീമിനെ തിരിച്ചറിയാനുള്ള അടയാളമായി മാറിക്കഴിഞ്ഞു ഇക്കാലത്ത്. ഇനി ഇതിന് നേരെ തിരിയുന്നവനെ നമുക്ക് വേറെ ഭാഷ കൊണ്ട് വേറെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമുക്കറിയാം ആരാണ് യാദീൻ. അടയാളമായി കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് പറയണമെന്നാ ഞങ്ങൾ പറയണത്. റബീഉൽ അവ്വലിന് വേണ്ടെന്നാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്നാ റബീഉൽ ആഖിറിനോ? ഇവരുടെ നിഫാഖിന് ഇതിലപ്പുറം എന്ത് തെളിവ് വേണം? ഇവരെഴുതിയ ഒരു മൗലിദ് കിതാബ് എവിടെ? ഇവരെ നടത്തുന്ന മൗലിദ് സദസ് എവിടെ ലോകത്ത്? അന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് മാത്രം ചോദിക്കുന്നവൻ എന്നെങ്കിലും നടത്തിയതിനൊരു തെളിവ് കൊണ്ടുവരാൻ കഴിയുമോ ഈ കൂട്ടത്തിൽ? അന്ന് മാത്രം നടത്താൻ വലിയ പ്രത്യേകതയുണ്ടോ? എന്നും നടത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവർ എന്തെങ്കിലും നടത്തിയതിന് ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ചോദ്യം കാപട്യമാണ് എന്നതിന് വേറെ തെളിവ് വേണോ? ഒരിക്കലും ഇത് സംഭവം നടക്കരുത്, ഇത് തുടച്ചു നീക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്നുണ്ടോ എന്ന ചോദ്യം ബിദ്അത്ത് ഹസനത്തിന് ഒരു ഉദാഹരണം കൊണ്ടുവന്നാൽ അവിടെ എല്ലാമുള്ള ചോദ്യമാണ്. മൊത്തത്തിൽ മനസ്സിലാക്കണം. അവരോട് മൊത്തത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ബിദ്അത്ത് ഹസനത്ത്, നല്ല ബിദ്അത്തിന് ഒരു ഉദാഹരണം പറയാൻ ലോകത്തുണ്ടെങ്കിൽ അത് അവർ ഉദ്ധരിക്കണം. അവിടെ വരുന്ന ചോദ്യം ഇവിടെയും വരും. അതാണ് വമിനൽ ബിദ്അഇൽ ഹസന എന്ന് അബൂ ഷാമ റളിയല്ലാഹു അൻഹു ഇമാം നബവി തങ്ങളുടെ ഉസ്താദ് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയതും ഈ പ്രത്യേക രൂപത്തിൽ വളരെ റാഹത്തിൽ മലിക്കുൽ മുളഫർ നഗർ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫത്തഹിന് അള്ളാഹു കാരണമാക്കട്ടെ. ഇത് വലിയ സംഭവമാണ്. അന്ന് ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കുടുമേ അതിൽ വന്ന് എല്ലാ ആളുകളും അംഗീകരിച്ചിരുന്നു. എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുത്തിരുന്നു. 10,000 5,000 നേരെ അസീസ്താദ് നേരത്തെ വിശദീകരിച്ചണ്ട. ഒരാളെ കണക്കാണത്, ഒരാളെ കണ്ണുപ്പെട്ട കണക്കാണത്. ഇനി ബാക്കി നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ട്? കൂടാതെ 1,30,000 പാത്രങ്ങളിൽ 1,30,000 പാത്രങ്ങളിൽ അലുവയുമുണ്ട് ഓരോ തരം. അന്നത്തെ മജ്ലിസിന്റെ പവർ എന്തായിരിക്കും? അപ്പോൾ ഉസ്താദ് പറഞ്ഞത് 5,000 ആടെന്ന് അർത്ഥക്കണമെങ്കിൽ നമ്മൾ ഓർക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഹജ്ജും ഉംറയൊക്കെ നമ്മൾ കണക്കൂട്ടിയതനുസരിച്ച് ഇന്ന് 50,000 ആടാണ് ഇറക്കേണ്ടത്. ശരിക്കും കണക്ക് അങ്ങനെയാണ് വരുന്നത്. മറ്റുള്ള വിഷയത്തിലൊക്കെ ഉള്ള മാറ്റം പോലെ വരികയാണെങ്കിൽ 50,000 ആണ് ഇറക്കണം. അള്ളാഹു വലിയ മജ്ലിസ് നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, വലിയ ഫത്ഹ് അള്ളാഹു തരട്ടെ. ഇനി ചോദ്യങ്ങളൊക്കെങ്കിലും വഹാബി കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ആശയത്തിൽ ഇഷ്കാലുള്ള വല്ല ടീമുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചോളണം. ഇല്ലെങ്കിൽ മജ്ലിസ് കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കണം. ഇവിടെ തുറന്ന ചർച്ചക്കുള്ള ഒഴിഞ്ഞ സ്ഥലമുണ്ട്, കടപ്പുറം കാറ്റുണ്ട്, നമുക്കിരിക്കാം, കാര്യം പരസ്പരം ചർച്ച ചെയ്യാം. പ്ലീസ് ദയവ് ചെയ്ത്. ഇന്നലെ ഞാൻ ഇതിനിടയിൽ പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഏതായാലും ഒരു വഹാബിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് നിങ്ങളുടെ സംസാരങ്ങളും മുഖാമുഖങ്ങളും കേട്ടിട്ട് ഒരു ആളെ ഞാൻ നേരിട്ട് പറഞ്ഞില്ലേ, വഹാബിയാന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചിരുന്നു. എല്ലാം കേൾക്കാറുണ്ട്, പ്രോഗ്രാമുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ ചർച്ചകളും ചാനലുകളിൽ വരുന്ന എല്ലാം എല്ലാ തരം ടീമും വാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനിടയിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു വിടുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് തിരിയണം, മനസ്സിലാക്കണമെന്ന് പൂതിയുണ്ട്, പേടിയുണ്ട്. ആ പേടി വേണ്ട, നിങ്ങൾക്ക് പൂതിയുണ്ടോ? ഇവിടെ ഇടമുണ്ട്. ഉസ്താദുമാരൊക്കെ പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയാൽ ഏതെങ്കിലും ഉസ്താദിനെ കിട്ടും. ഇരിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഇതൊക്കെ മനസ്സ് തുറന്നൊന്ന് മനസ്സിലാക്കാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ സന്തോഷം ഒരു മുഅ്മിനിന് എന്തുകൊണ്ടാണ് ഇത് സന്തോഷം വരാത്തത്? അത് അന്വേഷിക്കണം. അത്തരക്കാർ ഇന്നുറങ്ങരുത്,
അതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കണം. അതിൻ്റെ അവസാനം നിങ്ങൾക്കതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും. എന്തോ അപകടം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന അപകടത്തെ പേടിച്ച് തിരുത്താൻ ശ്രമിക്കണം, പഠിക്കാൻ ഒരുങ്ങണം, തയ്യാറാവണം. നേരത്തെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ കഴിഞ്ഞുപോയ ഉലമാക്കൾ മുഴുവൻ ഒന്നടങ്കം ഇതിനെ അംഗീകരിച്ചു. എന്തേ? അവർക്ക് ബിദ്അത്തിനോട് വെറുപ്പില്ലായിരുന്നോ? അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ലേ? ബിദ്അത്തിനോട് പ്രശ്നമില്ലേ അവർക്ക്? ഇനി ഒന്നുകൂടി പറയാം. അടുത്ത റബീഉൽ അവ്വലിന് ഈ ലൈറ്റ് ഒരു പുതിയ മോഡൽ ലൈറ്റാണ്. വേറൊരു ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിപ്പം ഞാൻ എന്താ കാട്ടുക? നമ്മൾ അതിന് ഇന്ന് തന്നെ ഒരു തെളിവ് മൊത്തം പറഞ്ഞു തരികയാണ്. ഏതൊക്കെ ലൈറ്റ് ഉണ്ടോ ഫൽ യഫ്റഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സന്തോഷിക്കാൻ പറഞ്ഞാൽ തന്നെ ഒരു സംശയമുള്ളൊരു ഡയലോഗാണ്. സന്തോഷിക്കാൻ ഒരാളെ വിളിച്ചിട്ട് ഇവിടെ വാ, ആ എന്താണ് പേര്, സുഖല്ലേ, ഒന്ന് സന്തോഷിച്ച. സന്തോഷിക്കാനോ? ഫൽ യഫ്റഹുവിന് അർത്ഥം വെക്കണ ഞാൻ. ഫൽ യഫ്റഹു, അവർ സന്തോഷിക്കട്ടെ. അതായത് മുഅ്മിനീങ്ങളൊക്കെ പാണെങ്കിൽ നിൽക്കുക, ഏയ് എല്ലാവരും സന്തോഷിച്ചാണ്. അതെ, സന്തോഷിക്കാനാ? എന്താണ് ഇവർ സന്തോഷിക്കാൻ? എന്നോടല്ലേ പറഞ്ഞു സന്തോഷിക്കാൻ? ഇത് അമ്രാണ്. സന്തോഷില്ലെങ്കിൽ അടിയും കിട്ടും. ഇല്ലാത്ത ജാതി. സന്തോഷിക്കേ, നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ പറയും സന്തോഷിക്കേ, പിന്നെയും പറയാ സന്തോഷിക്കാൻ. ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, സന്തോഷം പ്രകടിപ്പിക്കട്ടെ. സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിക്കണം. എങ്ങനെയാണ് പ്രകടിപ്പിക്കൽ? പറയണം, പാടണം, അവതരിപ്പിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാതെ പിന്നെ എങ്ങനെ പ്രകടിപ്പിക്കല്? പിന്നെ സന്തോഷിക്കാൻ ഇങ്ങനെ ആക്ക്, കണ്ണു മുറുക്കി പിടിക്കുക, ബലം പിടിക്കുക, ഞാൻ സന്തോഷിക്കാന്ന്. അങ്ങനെ സന്തോഷിക്കണ്ടേ? ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണമെങ്കിൽ പറയണം, പാടണം, പറഞ്ഞു പാടിക്കൊണ്ടിരിക്കണം. നമ്മുടെ മക്കളും അത് തുടരട്ടെ, ലോകം മുഴുവനും പാടട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും ഇത് ഒന്ന് ഉറച്ചു കിട്ടിയാൽ, ഇതൊന്ന് തറച്ചാൽ, മുത്തുനബി ഹൃദയങ്ങളിലുണ്ടെങ്കിൽ ശത്രുവിന് കടന്നു വരാൻ, ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല, ഇതിനെ ഛിന്ന ഭിന്നമാക്കാൻ കഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ ഛിന്ന ഭിന്നമാക്കാനാണ് മുത്തുനബി തങ്ങളുടെ മദ്ഹ് ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ അവർ തീരുമാനമെടുത്തത്. അതിനവര് അച്ചാരം പറ്റിയവരാണ് ഇതിനു വേണ്ടി ഇന്ന് ശ്രമിക്കുന്നത്. അവരറിഞ്ഞാലും ഇല്ലെങ്കിലും നേതാക്കന്മാരൊരു പക്ഷേ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ട് ഇറങ്ങിയതാണെങ്കിൽ, സാധുക്കളായ സാധാരണക്കാർ പെട്ടുപോയവർ ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ അറിവ് തന്നവർ, നിങ്ങൾക്ക് ഈ ആശയം പഠിപ്പിച്ചവർ ശത്രുക്കളുടെ കരങ്ങളിൽ ഭദ്രമാണവർ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് തിരിച്ചു വരാം, നമുക്ക് മദീനയിലേക്ക് തിരിക്കാം. നമ്മുടെ ഹൃദയം അല്ലാഹു ശുദ്ധിയാക്കട്ടെ. ചോദ്യകർത്താക്കളുടെ വരണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സ്വലവാതുല്ലാഹ് അലൈക, യാ നബി സലാം.